നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകളിലെ തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലാണ് റഡാർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത്. വയനാട് ദുരന്തം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ കേരള ആംഡ് വനിതാ പുരുഷ പോലീസ് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തൃശൂരിൽ നടന്നു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ നടന്ന പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ വീണ്ടും ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്നും ഉദ്യോഗസ്ഥർ. ആക്സിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മേയർ എം കെ വർഗീസ്, ആക്ട് ജനറൽ കൺവീനർ CR വത്സൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇരിങ്ങാലക്കുട പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി താമസിക്കുന്നവർക്ക് കൈത്താങ്ങായി ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടനും സംഘവും പുതപ്പുകളും ഭക്ഷ്യക്കിറ്റുകളും ബിഷപ്പിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന രണ്ടംഗ സംഘത്തെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശി ഫറൂഖ്, മലപ്പുറം സ്വദേശി ഹനീഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചലച്ചിത്ര ലോകത്തിന്റെ രചന, കാഴ്ച, സാങ്കേതിക മേഖലകൾ ചർച്ച ചെയ്ത് തൃശൂർ ലിറ്റററി ഫോറം സംഘടിപ്പിച്ച വെള്ളിത്തിര മലയാള സിനിമ ചരിത്ര സഞ്ചാരം എന്ന പരിപാടി ശ്രദ്ധേയമായി. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി ഗാനരചയിതാവും കവിയുമായ MD രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസം ആചരിച്ചു. മേൽശാന്തി ദൊണ്ടുമഠത്തിൽ ബാലചന്ദ്രൻ എംബ്രാന്തരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹവനവും വരവൂർ ഷാജിയുടെ രാമായണ പ്രഭാഷണവും ഉണ്ടായിരുന്നു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി വെള്ളിക്കുളങ്ങര സൌഹൃദ കൂട്ടായ്മ സമാഹരിച്ച 1 ലോഡ് അരി കൂട്ടായ്മ അംഗങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ലോഡുമായി പുറപ്പെട്ട വാഹനം മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. മുല്ലശ്ശേരിയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവർക്ക് ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് NSS യൂണിറ്റും അലുമിനി അസോസിയേഷൻ UAE ചാപ്റ്ററും സംയുക്തമായി കിറ്റുകൾ നൽകി. അന്നകര ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ കുടുംബാംഗങ്ങൾക്കാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയുടെ നേതൃത്വത്തിൽ കിറ്റുകൾ നൽകിയത്. വയനാട് ദുരന്തബാധിതരെ സഹായിക്കാൻ മുരിയാട് പഞ്ചായത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിയന്തര സഹായമായി 3 ലക്ഷം രൂപ നൽകി. മന്ത്രി ഡോക്ടർ R ബിന്ദുവിന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളിയും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് ചെക്ക് കൈമാറി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് AT അബ്ദുൽ ഖാദറിന്റെ സ്മരണാർത്ഥം വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസീർ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സൗദിയിൽ മരണമടഞ്ഞ PV പീതാംബരൻ, K മുഹമ്മദ് ഷാജി എന്നിവരുടെ കുടുംബസഹായ ഫണ്ട് വിതരണോദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. അസീർ പ്രവാസി സംഘം രക്ഷാധികാരി ബാബു പരപ്പനങ്ങാടി അധ്യക്ഷത വഹിച്ചു. ദേശമംഗലത്ത് കരിങ്കൽ ക്വാറി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ വറവട്ടൂർ കൊണ്ടയൂർ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ക്വാറി അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിനും കളക്ടർക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതി നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ബഷീർ തൃപ്പേക്കുളത്തിന്റെ സൂചിക്കുഴയുടെ വിലാപം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ കമൽ നിർവഹിച്ചു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് TB സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള പരമ്പരാഗതമായ കോഴിക്കുളങ്ങര പൂജ പരമ്പരാഗത വിധികളോടെ നടന്നു. കർക്കിടകത്തിലെ 3ാമത്തെ ഞായറാഴ്ചയാണ് കോഴിക്കുളങ്ങര പൂജ നടന്നുവരുന്നത്. വയനാടിനൊരു കൈത്താങ്ങുമായി വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത്. ദേശമംഗലം കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് K പ്രേമൻ ശേഖരിച്ച അവശ്യ വസ്തുക്കൾ സ്വീകരിച്ചു.
കോലഴിയിൽ ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ പൂമ്പാറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് എത്തിക്കാനായി അവശ്യ വസ്തുക്കൾ ശേഖരിച്ചു. പെപ്പിൻ ജോർജ്, അപർണ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി വാഴക്കോട് പുതുമന വിഷ്ണു നമ്പൂതിരിയും തെച്ചിക്കോട്ട് അനീഷ് നമ്പൂതിരിയും പൂജകൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങുമായി കയ്പമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ നിർവഹിച്ചു. 17ാമത് തൃശൂർ ജില്ലാ സബ് ജൂനിയർ മിനി ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി 100-ൽ പരം കായിക താരങ്ങൾ പങ്കെടുത്തു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ക്യാമ്പ് അവസാനിക്കുന്നതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ക്യാമ്പുകൾ അവസാനിക്കുന്ന വിവരം അതത് തഹസിൽദാർമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിക്കണമെന്ന് കളക്ടർ. തൃശൂർ പാമ്പൂരിൽ വീടുകളുടെ മതിലുകൾ തകർത്ത കാന നിർമ്മാണം. 2 വീടുകളിലെ മതിലുകൾ തകർന്നു. പാമ്പൂരിലെ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാന നിർമ്മാണമാണ് നാട്ടുകാർക്ക് വിനയായത്. അശാസ്ത്രീയ നിർമ്മാണമാണ് മതിലുകൾ ഇടിയാൻ കാരണമെന്നും നാട്ടുകാരുടെ പരാതി. തൃശൂർ ക്ഷേത്ര ഏകോപന സമിതിയുടെ ജില്ലാ കൺവെൻഷൻ പൂങ്കുന്നം സരസ്വതി വിദ്യാനികേതനിൽ നടന്നു. ചിന്മയ മിഷൻ ആചാര്യ സ്വാമിനി സംഹിതാനന്ദ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ബാച്ച് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. കൂട്ടായ്മ അധ്യാപിക മാഗി ഉദ്ഘാടനം ചെയ്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ കത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നെല്ലുവായ് മുലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിനു മുന്നിലെ കാനയും റോഡും നാട്ടുകാർ വൃത്തിയാക്കി. സുനിൽകുമാർ കക്കാട്ട്, രാജേഷ് ചേനംകുമരത്ത്, അനിൽ കക്കാട്ട്, K ഉസ്മാൻ, K അലി, M ബിനീഷ്, K വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. തിരൂർ ശ്രീ വടകുറുമ്പ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ആനയൂട്ട്, വിശേഷാൽ ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടേരി നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 17-നാണ് ഇല്ലം നിറ. അർബുദരോഗം ബാധിച്ചവർക്ക് കേശം ദാനം ചെയ്ത മാതൃകയായി കൊഴിക്കുള്ളി നിത്യസഹായമാതാ ചർച്ച് CLC അംഗങ്ങൾ. കേശദാനം അമല ക്യാൻസർ ആശുപത്രി ഡയറക്ടർ ഫാദർ ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.